നിനക്കെന്തോ അപകടം ഉണ്ടായെന്നറിഞ്ഞു. ഒന്നും പറ്റിയില്ലല്ലോ അല്ലേ? നീ എന്താ ഒന്നും പറയാത്ത? ഞാൻ ചോദിച്ചു കേട്ടില്ലേ? എന്നെ ശല്യം ചെയ്യാതൊന്ന് പോവോ? പാർവതി, പാറു, നിനക്കെന്തോ അപകടം ഉണ്ടായെന്ന് പറഞ്ഞ് പേടിച്ച് നിൽക്കുമായിരുന്നു ഞങ്ങള്. നിന്നെ നേരിട്ട് കണ്ടപ്പോഴാ സമാധാനമായത്. കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല ജയന്തി ചേച്ചി. എന്താ ഉണ്ടായത്? കുറെ ഗുണ്ടകള് എന്റെ നേർക്ക് വന്നു. എന്നെ കൊല്ലാൻ തന്നെയാ വന്നത്. തക്ക സമയത്ത് കൈലാസാർ അവിടെ എത്തി എന്നെ രക്ഷിച്ചു. കൈലാസാർ ആശുപത്രിയിലാണെന്നറിഞ്ഞു. പക്ഷേ കൈലാസാറിന് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോ ആർക്കും അറിയില്ല. ഒരു വണ്ടി വന്നിടിച്ചതാ. മനഃപൂർവ്വം വന്നിടിച്ചത് തന്നെയാ. ആ കാറിലുണ്ടായിരുന്നതും ഗുണ്ടകളുടെ ആള് തന്നെയായിരിക്കും. നീ ആശുപത്രി പോയില്ലേ? കൈലാസാറിന് ഇപ്പൊ എങ്ങനുണ്ട്? ഞാൻ തന്നെയാ സാറിനെ ആശുപത്രിയിൽ കൊണ്ടുപോയത്. സാറിന്റെ കിടപ്പ് കണ്ടിട്ട് കരഞ്ഞു പോയി ജയന്തി ചേച്ചി. നല്ല ആൾക്കാരെ ദൈവം കൈവിടില്ലല്ലോ, അതുകൊണ്ടായിരിക്കും കൈലാസ് സാറിന് ജീവൻ തിരിച്ചു കിട്ടിയത്. എന്നെ രക്ഷിക്കാൻ നോക്കിയതുകൊണ്ടാണല്ലോ സാറിന് ഈ വേദന അനുഭവിക്കേണ്ടി വന്നത്. അത് ഓർക്കുമ്പോഴാ എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം. പാവം കൈലാസ് സാറിനെ ഇടിച്ചു വീഴ്ത്തുന്നതിന് പകരം അവർക്ക് എന്നെ ഇടിച്ചു വീഴ്ത്തായിരുന്നില്ലേ? ഗുണ്ടകൾ നിന്നെ കൊല്ലാൻ വന്നപ്പോ കൈലാസ് സാർ നിന്നെ രക്ഷിച്ചു എന്നല്ലേ പറഞ്ഞത്? ഗുണ്ടകൾ എന്തിനാ നിന്നെ കൊല്ലാൻ വന്നത്? കൊല്ലാൻ മാത്രം ആർക്കാ നിന്നോട് ഇത്ര പക? പാറു, പ്രിയൻ ചോദിക്കുന്നത് കേട്ടില്ലേ? നിന്നോട് ആർക്കാ ഇത്ര പകയെന്ന്?